സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറേണ്ടതില്ല. ഭയന്ന് ജീവിക്കുന്നവരാണവർ. ചെറുപ്പം മുതലേ എല്ലാവർക്കും ഇഷ്ടമുള്ള ആ നല്ല കുട്ടിയാണോ നിങ്ങൾ? വലുതായിട്ടും ആ നല്ല കുട്ടിയിൽ നിന്ന് മാറാൻ കഴിയാതെ പെട്ടുപോയവർ, എല്ലാവരെയും മനസ്സിലാക്കുന്ന, എല്ലാവരുടെ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന, നിശബ്ദമായിട്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ചിലരൊക്കെ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവർക്കും വേണ്ടി ജീവിച്ച് സ്വയം നഷ്ടപ്പെട്ടവർ. ഗുഡ് ഗേൾ സിൻഡ്രം അല്ലെങ്കിൽ ഗുഡ് ബോയ് സിൻഡ്രം എന്നൊക്കെ ഇൻഫോർമൽ ആയിട്ട് നമുക്കിതിനെ പറയാം. ഇതൊരു അസുഖമൊന്നുമല്ല, അത്ര ഹെൽത്തി അല്ലാത്ത ഒരു ജീവിത ശൈലിയാണ്. എല്ലാവരെയും സന്തോഷിപ്പിച്ച് സ്വയം സന്തോഷിക്കാൻ മറന്നു പോകുന്ന ജീവിത രീതി. പുറമേ നോക്കുമ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയ, പെർഫെക്റ്റ് ആയ ഒരാളായിട്ട് അവരെ നമുക്ക് തോന്നും. പക്ഷെ ഉള്ളിൽ അവർ വല്ലാതെ തളർന്നിട്ടുണ്ടാകാം. സഹിക്കേണ്ടാത്തത് പോലും സഹിച്ച്, ആരെയും വിഷമിപ്പിക്കാതെ, സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതി ഭയന്ന് ജീവിക്കുന്നവരാണവർ. ചെറുപ്പത്തിൽ കേട്ട നല്ല കുട്ടി എന്ന പേര് ബാധ്യതയായി മാറുകയാണ് ഇവിടെ. നോ പറയുമ്പോ തോന്നുന്ന കുറ്റബോധം, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സ്വയം മറന്ന് എല്ലാം ചെയ്യുന്നൊരവസ്ഥ, തെറ്റ് സംഭവിക്കുമോ എന്ന അമിതമായ ആശങ്ക, മറ്റുള്ളവർ എന്ത് കരുതുമെന്ന ഭയം, പെർഫെക്ഷനിസം, എത്ര ചെയ്താലും മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത അവസ്ഥ, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് പോലും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, വല്ലാതെ ഒതുങ്ങി ജീവിക്കുക. ഇതല്ല എനിക്ക് വേണ്ടത് എന്ന് മനസ്സിലായിട്ടും സ്വന്തം നിലപാട് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് ജീവിച്ചാൽ എന്ത് കരുതും എന്ന് കരുതിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ നല്ല കുട്ടി ടാഗ് ലൈൻ കൂടെ കൊണ്ട് നടക്കുന്നവരാണ് എന്നാണ് അർത്ഥം. സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറേണ്ടതില്ല. നമ്മുടെ ഉള്ളില് സാധാരണ ഒരു കോർ ബിലീഫ് സിസ്റ്റം ഉണ്ട്. അതായത് എല്ലാവരെയും അനുസരിച്ചാലേ, സെൽഫ്ലെസ് ആയിട്ട് സ്നേഹിച്ചാലേ നമുക്ക് സ്നേഹം കിട്ടൂ, നമ്മൾ പരിഗണിക്കപ്പെടൂ, ത്യാഗമാണ് ജീവിതം, അതാണ് നന്മ എന്നൊക്കെ. സ്നേഹം അത് അർഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കുക. നമ്മുടെ ജീവിതത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ചാൽ മതിയാകും. എല്ലാത്തിലും ഉപരി സ്വയം സ്നേഹിക്കുക. ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ ആദ്യ നോയിൽ നിന്നുമാകാം. താങ്ക് യു.